ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് കട്ട് ചെയ്താലോ? 34 ചെസ്റ്റ് അളവ് വരുന്ന ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 മീറ്റർ ലൈനിങ് ക്ലോത്തും പിന്നെ 1 മീറ്റർ സാരിയിൽ നിന്നും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു പ്രിൻസസ് കട്ട് 34 ചെസ്റ്റ് അളവുള്ള ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അളവുകളൊക്കെ വേണം അല്ലേ. അപ്പം ഇതിൻ്റെ ബാക്ക് പാർട്ട് ആദ്യം നമുക്ക് കട്ട് ചെയ്യാം, പിന്നെ ഫ്രണ്ട് പാർട്ട്, അതാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളതാണ് ഫുൾ ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര ഇറക്കമാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നോക്കാം. എനിക്കിവിടെ 14 ഇഞ്ച് ഇറക്കമാണ് ആവശ്യം. അപ്പോൾ ഫുൾ ലെങ്ത് ആയിട്ട് എടുക്കുന്നത് 14 ഇഞ്ച്. പക്ഷേ 14 ഇഞ്ച് മാത്രം പോരാ, നമുക്ക് 1 ഇഞ്ച് എന്ത് ചെയ്യണം, തയ്യൽ തുമ്പും കൂടി ചേർക്കണം. അങ്ങനെ 15 ഇഞ്ച് ഇറക്കം എടുക്കാം. അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ നമുക്ക് എത്ര ഇഞ്ച് ഇറക്കം എടുക്കണം, 15 ഇഞ്ച് ഇറക്കാം. ഇനി അതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്, നമുക്ക് ഷോൾഡർ എത്രയാണെന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് എനിക്ക് 14 ഇഞ്ചാണ്. പക്ഷേ നമ്മൾ ഈ സാരി ബ്ലൗസിന് എന്ത് ചെയ്യണം, അത്രയും നമുക്ക് ആവശ്യമില്ല അല്ലേ. 14 ഇഞ്ച് ആവശ്യമില്ല. അതായത് 14 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് 7 ഇഞ്ചാണ് കിട്ടുന്നത്. പക്ഷേ ആ 7 ഇഞ്ചിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമുക്ക് 14 നിന്ന് ഒരു 2 ഇഞ്ച് കുറയ്ക്കാം. അപ്പോൾ എത്ര കിട്ടും, 12 ഇഞ്ച്. അതിനെ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടും. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്ന ഷോൾഡർ ഇവിടെ മുതൽ ഇവിടം വരെ എത്രയാണ്, 6 ഇഞ്ചാണേ. അതേ അളവ് തന്നെ നമുക്ക് ആം ഹോളായിട്ടും കൊടുക്കാം. അത്രയും മനസ്സിലായല്ലോ. ഷോൾഡർ എടുത്ത് എങ്ങനെയാണ്, എൻ്റെ 14 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ. പക്ഷെ നമുക്ക് അത്രയും വേണ്ടല്ലോ, അതുകൊണ്ട് 2 ഇഞ്ച് കുറച്ചു. അപ്പോൾ എനിക്ക് 12 ഇഞ്ച് കിട്ടി. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 6 ഇഞ്ച്. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ അത് 6 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തത് വേണ്ട എത്രയാണ്, ചെസ്റ്റ്. എൻ്റെ ചെസ്റ്റ് അളവെന്ന് പറയുന്നത് എനിക്ക് 34 ഇഞ്ചാണ്. അതായത് കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് പിടിക്കുമ്പോൾ 34 ഇഞ്ച് കിട്ടും. പക്ഷേ ആ 34 ഇഞ്ച് പോരല്ലേ എനിക്ക്, അതിൻ്റെ കൂടി ഞാനൊരു 4 ഇഞ്ചും കൂടെ കൂട്ടും. അപ്പോൾ എത്ര കിട്ടും, 38 ഇഞ്ച്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, ആ അളവാണ് അവിടെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടി 1.5 ഇഞ്ച് എന്ത് ചെയ്യണം, സീം അലവൻസ്, അതായത് തയ്യൽ തുമ്പൂടി ഇവിടെ ചേർക്കണം. അതായത് ഒന്നും കൂടി പറഞ്ഞുതരാം. എനിക്ക് ചെസ്റ്റ് അളവായിട്ട് കിട്ടിയത് 34 ഇഞ്ചാണ്. പക്ഷേ അത് 34 അല്ല കൊടുക്കേണ്ട, അതിൻ്റെ കൂടി 4 കൂടെ കൂട്ടണം. അപ്പോൾ 38 ഇഞ്ച് കിട്ടും. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 9.5 ഇഞ്ച്. ഇവിടെ മുതൽ ഇവിടെ വരെ 9.5 ഇഞ്ച് എടുക്കണം. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഇവിടെ 1.5 ഇഞ്ചും കൂടി എടുക്കണം. ഇനി നമ്മൾ അടുത്ത് എടുക്കാൻ പോകുന്നത് വേസ്റ്റിൻ്റെ ഭാഗമാണ്. അവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് 30 ഇഞ്ചാണ്. 30 ഇവിടെ നമുക്ക് കൂട്ടേണ്ട ആവശ്യമില്ല അല്ലേ, നമ്മൾ ടൈറ്റായിട്ടല്ലേ ഇടുന്നത്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 7.5 ഇഞ്ചാണ്. പക്ഷേ നമുക്കിവിടെ 7.5 ഇഞ്ച് മാത്രം പോരാ, ഇവിടെ നമുക്കൊരു ടക്ക് അടിക്കണം അല്ലേ, ഒരു 1/2 ഇഞ്ചിൽ. അപ്പോൾ നമുക്ക് അതിനൊരു 1 ഇഞ്ചും കൂടെ കൂട്ടാം. അപ്പോൾ എത്രയായി, 8.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് എന്ത് ചെയ്യണം, തയ്യൽ തുമ്പും കൂടി കൂട്ടണം. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ട അളവുകൾ. പക്ഷേ ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് പോരാ, കുറച്ചുകൂടിയൊക്കെ നമുക്ക് കൂട്ടിയിടണം. ആദ്യം നമുക്ക് ഇനി ഇത്ര അളവുകൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് പാർട്ട്. ഇനി നമുക്ക് നെക്കിൻ്റെത് കൂടെ നോക്കാം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് നെക്കിൻ്റെ വീതി, അതായത് ഞാനിവിടെ 2.5 ഇഞ്ചാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കവും കൂടി എഴുതാം, 7.5 ഇഞ്ച്. ഓക്കെ, ഇനി ഇത്രയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് പാർട്ട് കട്ട് ചെയ്താലോ. അപ്പോൾ ഞാനിത് തുണി ആദ്യം ഞാൻ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് മടക്കിയിടുന്നത്, അതായത് എനിക്കിവിടെ ചെസ്റ്റ് അളവ് എന്താണ് 9.5 അല്ലേ, 11 ഇഞ്ച് മതി. 11 ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ മടക്കിയിടാൻ പോകുന്നത്. അപ്പോൾ ഞാനത് മടക്കിയിട്ടിട്ട് നിങ്ങളെ കാണിക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം ലൈനിങ് ക്ലോത്ത് 2 ആയിട്ട് മടക്കിയിട്ടു. എന്നിട്ട് എനിക്ക് ആവശ്യമായ ലെങ്ത് എത്രയാണ്, 14 ഇഞ്ച്. അതിൻ്റെ കൂടി 1 ഇഞ്ചും കൂടെ കൂട്ടി 15 ഇഞ്ചിൽ ഞാനിവിടെ അടയാളപ്പെടുത്തി. ഓക്കെ ആണോ. ഇനി നമ്മൾ അടുത്ത് അടയാളപ്പെടുത്തേണ്ടത് എത്രയാണ്, ഷോൾഡർ. നമ്മളിവിടെ കണ്ടുപിടിച്ചു അല്ലേ, എത്ര ഇഞ്ചായിരുന്നു, 6 ഇഞ്ച്. നമുക്കിവിടെ അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞ് ആം ഹോളായിട്ട് നമുക്ക് കിട്ടിയത് എത്ര ഇഞ്ചാണ്, 6 ഇഞ്ച് അല്ലേ. അത് നമുക്കിവിടെ അടയാളപ്പെടുത്താം. അതിനുശേഷം നമുക്കിവിടെ ഒരു ബോക്സ് പോലെ വരയ്ക്കാം.
ഓക്കെ. കോർണറിൽ നിന്ന് ഇങ്ങനെ ഒരു ലൈനും കൂടി വരച്ച് വയ്ക്കാം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ 3 ഇഞ്ച് അതും അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ചെസ്റ്റ് എത്ര കിട്ടിയത്? 9.5 ഇഞ്ച് അല്ലേ? അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ കൂട്ടി 9.5 ഇഞ്ചാണ് നമുക്ക് ചെസ്റ്റ് അളവ് കിട്ടിയത്. ഓക്കെ, അത് അടയാളപ്പെടുത്തുന്നു. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി. ഓക്കെ, വേസ്റ്റിൻ്റെ അളവ് നമുക്ക് എത്ര കിട്ടി? 7.5 അല്ലേ? 7.5യും പ്ലസ് 1 ഇഞ്ച് എന്താണ്? ഡാട്ട്സ് അടിക്കാൻ വേണ്ടി. അപ്പം 8.5 ഇഞ്ച്. 8.5 ഇഞ്ചിൽ ഇവിടെ അടയാളപ്പെടുത്തുന്നു. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കിവിടെ അടയാളപ്പെടുത്താം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമുക്കിവിടെ ഒരു കർവ് വരയ്ക്കാം. ഓക്കെ, കുറച്ച് നീക്കും സാരി. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് നെക്ക് അല്ലേ? നെക്ക് നമ്മൾ എത്രയാണ് പറഞ്ഞത്? അതിന് നമുക്ക് ഇതും കൂടി ഒന്ന് യോജിപ്പിച്ച് വെക്കാം. നെക്ക് നമ്മൾ പറഞ്ഞത് 2.5 ഇഞ്ചാണ് അല്ലേ? 2.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ബാക്ക് ഓപ്പൺ ആണെങ്കിൽ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് എന്താണ് പട്ട വയ്ക്കാനൊക്കെ വേണം. പക്ഷേ ഇവിടെ നമുക്കത് വേണ്ട. നമുക്ക് ഫ്രണ്ട് പാർട്ടിലാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയിടുന്നത്. ബാക്ക് പാർട്ട് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമ്മൾ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് എത്ര ഇഞ്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം? അതായത് ഇവിടെ ഒരു 7.5 ഇഞ്ച് അല്ലേ? അപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്താണ്? ഷോൾഡർ ജോയിൻറ്റ്. അതിന് ശേഷം 7.5 ഇഞ്ചാണെങ്കിൽ നമുക്കിവിടെ ഒരു 7.25 ഇഞ്ച് അടയാളപ്പെടുത്തിയാൽ മതി. പക്ഷേ ഇവിടെയും നമുക്ക് 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. 1/2 ഇഞ്ച് വിട്ട ശേഷം എന്താണ്? അത് ഷോൾഡർ ജോയിൻ ചെയ്യുക. അതിനുശേഷം 7.5 ഇഞ്ചാണെങ്കിൽ 7.25 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി? അടയാളപ്പെടുത്തിയാൽ മതി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? 2.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയ ശേഷം നമുക്കിവിടെ ഒരു ബോക്സ് വരയ്ക്കാം. ഒരുപാട് സമയം ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പറഞ്ഞങ്ങ് വെക്കുകയാണേ. അപ്പോൾ ഹൈപ്പൊക്കെ ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ചെല്ലുന്നതാണ്. നമുക്ക് എന്താണ് കർവ് യൂസ് ചെയ്ത്, ഫ്രഞ്ച് കർവ് യൂസ് ചെയ്ത് നമുക്കിങ്ങനെ ഒരു നെക്ക്. അല്ല, നമുക്ക് കുറച്ചും കൂടി നിങ്ങൾക്കത് വേണമെങ്കിൽ ഇങ്ങനെ ഇറക്കി ഇങ്ങനെ കൊണ്ടുവന്ന് വേണമെങ്കിലും വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. അവിടെ നിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതൊരു പോയിൻ്റ് കൊടുക്കാം. ഇവിടെ 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ ഇത് ഡാട്ട്സിന് വേണ്ടി 1/2 ഇഞ്ച് അങ്ങനെ 1 ഇഞ്ച്. എന്നിട്ട് ഇവ തമ്മിൽ യോജിപ്പിക്കാം. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? ഡാട്ട്സ് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ എന്ത് ചെയ്തു? മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഇങ്ങനെ കുറച്ചുകൂടെ വേണമെങ്കിൽ നെക്കൊന്ന് വൈഡാക്കാം. ഇങ്ങനെ ഇങ്ങനെ അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നു. പിന്നെ ഈ ഭാഗം ശേഷം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ശേഷം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡാട്ട്സിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യണം? ഒരു അടയാളം കൊടുക്കണം. കാരണം നമുക്ക് ബാക്ക് പാർട്ട് 2 സൈഡിലും വേണ്ടേ. പിന്നെ നമ്മൾ ഇവിടെ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യും? ഒരു കട്ട് കൊടുക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ബാക്ക് പാർട്ട്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് എന്ത് ചെയ്യണം? ഹൂക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. അതുപോലെ ബാക്ക് പാർട്ടിൽ നമ്മളൊരു 1/2 ഇഞ്ച്, ഫ്രണ്ട് പാർട്ടിൽ എന്നുള്ളത് ഇവിടെയും ഒരു 1/2 ഇഞ്ച് കൂട്ടി കൊടുക്കണം. കാരണം നമുക്ക് എന്താണ് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗമില്ലേ, അവിടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇതിന് തുണി നീളം കുറഞ്ഞു പോയാലോ, നമുക്ക് 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിടാം. ഇവിടെ 1/2 ഇഞ്ച് കൂട്ടിയിടണം, ഇവിടെ 1/2 ഇഞ്ച് കൂട്ടിയിടണം. പിന്നെ ഈ ഭാഗത്തും കൂട്ടിയിടണം, ഈ ഭാഗത്തും കൂട്ടിയിടണം. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ അടുത്ത്
പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് അപ്പോൾ ആദ്യം നമ്മുടെ ബാക്ക് പാർട്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇനി ഞാൻ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് എന്താണ്, എങ്ങനെയുള്ളതാണ്? ഫ്രണ്ട് ഓപ്പൺ ആണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1/2 ഇഞ്ച് ഇവിടെ കിട്ടും. അത് കഴിഞ്ഞ് ഇറക്കവും ഒരു 1/2 ഇഞ്ച് കൂടുതലായിട്ട് എടുത്തു ബാക്ക് പാർട്ടിനേക്കാളും. അത്ര മനസ്സിലായല്ലോ? ഇവിടെ ഒരു 1/2 ഇഞ്ച്, ഇവിടെ ഒരു 1/2 ഇഞ്ച്. ഓക്കെ, ഇനി ഇതാണ് കറക്റ്റ് കട്ട് ചെയ്യേണ്ട ഭാഗം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ബാക്ക് പാർട്ട് എടുത്ത് ഇങ്ങനെ ചേർത്ത് വെക്കുന്നു. ചേർത്ത് വെക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കണം, ഈ 1/2 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വെക്കാൻ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് 2.5 ഇഞ്ച് ആണോ എന്ന് നോക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് കറക്റ്റ് ലൈൻ വരച്ച് ഇതുപോലെ ട്രേസ് ചെയ്ത് എടുക്കാം. ബാക്ക് പാർട്ട് വെച്ചിട്ട് സെയിം ആയിട്ട് വരച്ചെടുക്കുന്നു. നമുക്കിനി ഈ ഭാഗത്ത് ഇവിടെ കുറച്ച് തുണി നമുക്ക് അധികം വേണം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ബാക്കിനേക്കാളും ഫ്രണ്ട് എപ്പോഴും കുറച്ചുകൂടെ കൂടുതലായിട്ട് വേണം എടുക്കേണ്ടത്. മനസ്സിലായി കാണുമല്ലോ? ആദ്യം എന്ത് ചെയ്ത് 1/2 ഇഞ്ച് ഇവിടെ വിട്ടു, ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടു. അത്രയും മനസ്സിലായല്ലോ? ഇനി നമുക്ക് നെക്ക് എത്രയായിരുന്നു, ഒരു 6 ഇഞ്ച് എടുക്കാം. നമുക്ക് വിട്ട് 2.5 പക്ഷെ ഇതും കൂടെ ചേരുമ്പോൾ 3 ഇഞ്ച്. ബാക്കിയെല്ലാം ഓക്കെ. ഇനി നമുക്കിതെടുത്തങ്ങ് മാറ്റാം. ഇനി നമുക്കൊരു ഇത് കൊടുക്കാം. നെക്ക് വേണമെങ്കിൽ ഒന്ന് വൈഡായിട്ടൊക്കെ കൊടുക്കാം. ഒരുപാട് വൈഡായാലും കൊള്ളത്തില്ല. നോക്കട്ടെ. ഇവിടെ 2.5 ഇഞ്ചാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 3 ഇഞ്ചൊക്കെ കൊടുത്ത് എന്താ ഭംഗിയാക്കി എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണേ. ഇങ്ങനെ ഞാനിപ്പോൾ ഒരുപാട് വൈഡൊന്നും ആക്കുന്നില്ലേ. ഓക്കെ, ഇവിടെ ഞാൻ ആദ്യമേ കൂട്ടി കട്ട് ചെയ്യുന്നില്ല, ഞാനത് പിന്നീട് ഇത് കട്ട് ചെയ്യത്തുള്ളേ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം, ഇവിടെ ആം ഹോളിൻ്റെ ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, ബാക്കിനേക്കാളും ഫ്രണ്ടിൽ കുറച്ചുകൂടി എന്ത് ചെയ്യണം, കുഴിച്ച് വെട്ടണം അല്ലേ. അപ്പോൾ അത് അടയാളപ്പെടുത്തുന്നു. ഒരു 1/2 ഇഞ്ച് എന്താണ് നമുക്ക് ഇറക്കി ഒന്ന് വരയ്ക്കാം. ഇത്രയും മനസ്സിലായല്ലോ? ഇറക്കി വരയ്ക്കുന്നു. ഇനി നമുക്കിനി ഇവിടെ എത്രയാ കൂട്ടിയിടേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ബ്ലൗസിൻ്റെയൊക്കെ മെയിൻ ഡാർട്ടിൻ്റെ ഇറക്കം ഈ ഭാഗമില്ലേ, മുകളിൽ നിന്ന് താഴേക്ക് ഇവിടെ നിന്നിങ്ങനെ, അതെനിക്കിവിടെ 9.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 10 ഇഞ്ചിൽ ഞാനിവിടെ ഒരു പോയിന്റ് കൊടുക്കാൻ പോകണേ. മെയിൻ ഡാർട്ടിൻ്റെ ഇറക്കം 9.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടി ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 10 ഇഞ്ചിൽ ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു. പിന്നെ ഇവിടുത്തെ അകലം കണ്ടോ, ഇവിടുത്തെ അകലം ഇവിടെ നിന്ന് ഇതുവരെ എനിക്ക് ഒരു 4 ഇഞ്ചാണ്. 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഈ 1/2 ഇഞ്ച് കഴിഞ്ഞ ശേഷമാണ് 4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഇവിടെയാണ് രണ്ടും കൂടി യോജിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ 4 ഇഞ്ച്. അപ്പോൾ നമ്മളിനി ഇവിടെ എത്ര കൊടുക്കണമെന്ന് പറയുമ്പോൾ 4 ഇഞ്ചാണെങ്കിൽ ഇവിടെ ഒരു 3.5 ഇഞ്ച്, ഇത് കഴിഞ്ഞിട്ട് ഒരു 3.5 ഇഞ്ച് കൊടുക്കണം. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് തമ്മിൽ ഒരു ലൈൻ വരച്ച് ഇങ്ങനെ യോജിപ്പിച്ച് വെക്കുന്നു. ഓക്കെ, ഇതിന് ശേഷം നമ്മൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് ഒരടയാളം കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഇത് യോജിപ്പിക്കുന്നു. ഒരു തവണ കൂടി വരച്ച ആകെ കുഴപ്പം. ഇത്രയും മനസ്സിലായല്ലോ? ഇതാണ് ലൈൻ അല്ലേ, പ്രിൻസസ് ലൈൻ. ഇനി അടുത്ത് നമുക്ക് എന്താണ് ഇത് കട്ട് ചെയ്യണ്ടേ, അതിനുവേണ്ടി നമ്മളിവിടെ 2 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നു.
ഓക്കെ. ഇനി നമ്മളിതിൻ്റെ ലൈൻ കൊടുക്കേണ്ട ഇതും തമ്മിൽ കൊടുക്കേണ്ടത് ഇങ്ങനെ വന്ന് ചരിച്ച്, കണ്ടോ, ഇങ്ങനെ ഒന്ന് ചരിച്ച് വേണം ഈ ലൈൻ കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ 2 ഇഞ്ച് കൊടുത്തില്ലേ, ഇവിടെ നമ്മൾ 2 ഇഞ്ച് എടുത്തല്ലേ. അപ്പോൾ ആ 2 ഇഞ്ച് നമുക്ക് ഇനി ഇങ്ങോട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ കട്ട് ചെയ്ത് പോവില്ലേ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് പിന്നെ അത് ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ 1/2 ഇഞ്ച് വെച്ച് പോകും. അപ്പോൾ അവിടെ ഒരു ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഇത് തമ്മിലും കൂടി യോജിപ്പിച്ചെടുക്കണം. ഇത്രയും മനസ്സിലായല്ലോ? പിന്നെ നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈ 1/2 ഇഞ്ച് കൂടുതലെടുത്തില്ലേ, ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ഒരു ചെറിയൊരു കർവ്, ചെറിയൊരു ലൈൻ കൊടുക്കാം. എന്ന് വെച്ചാൽ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടേ. നമ്മൾ സാരി ബ്ലൗസിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാറില്ല, അതുപോലെ ഈ ഭാഗവും തമ്മിലും നമുക്കൊരു ചെറിയൊരു കർവ് കൊടുക്കാം. പിന്നെ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പം ഇനി നമുക്കിത് കട്ട് ചെയ്താലോ? അധികം ഉള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും കൂടെ ഷോൾഡർ ജോയിൻ ചെയ്ത് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ സ്ലീവിൻ്റെ ഇതൊക്കെ കൈ കുഴിച്ച് വെട്ടുന്ന ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണേ. ഇനി നമുക്ക് എന്ത് കട്ട് ചെയ്യാം, പ്രിൻസസ് ലൈൻ അല്ലേ. അതിനുവേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നു, ഈ ഭാഗം ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. അതിന് ശേഷം ഈ ഭാഗം ഇങ്ങനെ ഉണ്ടോ, അപ്പം ഇങ്ങനെ കിട്ടും. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുന്നു, കണ്ടല്ലോ. ഇങ്ങനെയാണ് ഇതിൻ്റെ രൂപം. ഇനി ഇത് തമ്മിലാണ് യോജിപ്പിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ ചെയ്യണം, ഇത് ഞാൻ ഇനി എന്ത് ചെയ്യും, ഇതിൻ്റെ നടുക്ക് വെച്ച് മിഡിൽ ഭാഗം കട്ട് ചെയ്യും. ഇപ്പം ചെയ്യുന്നില്ല, എന്താണ്, ഇത് നമുക്ക് ജോയിൻ ചെയ്ത ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാമേ. ഇത്രയും മനസ്സിലായി കാണുമല്ലോ? ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകേണ്ടത് സ്ലീവ്. അപ്പോൾ സ്ലീവിൻ്റെ വിഡ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ബാക്ക് പാർട്ട് എടുത്തിട്ട് നമുക്കിവിടെ എത്ര ഇഞ്ച് കിട്ടിയെന്ന് നോക്കാം. 10 ഇഞ്ചോളം കിട്ടി. അപ്പോൾ അതിന് 1/2 ഇഞ്ച് കുറച്ച് 9.5 ഇഞ്ചിലാണ് നമ്മളിത് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ സ്ലീവാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് 8 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് തുണി കുറവാണ്, അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വീതി 9.5 അല്ലേ നമ്മൾ എടുത്ത് വെച്ച്. അപ്പോൾ അതിൽ നിന്ന് 3.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി അഡ്ജസ്റ്റ് ചെയ്തത് ഇങ്ങനെ വരച്ചു. പിന്നെ വീതി ഇവിടെ കയ്യിൽ ഓപ്പണിങ്ങിന് എത്ര 7 ഒന്നും 8 ഇഞ്ച് തന്നെ ഇവിടെ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത്തിരി കറക്റ്റ് കിട്ടുന്നില്ല, ഇത്തിരി ഒന്ന് കുറയ്ക്കുവാണേ. കുറച്ചുകൂടെ ക്ലോത്ത് വേണമായിരുന്നു. എന്നിട്ട് നടുക്ക് എന്ത് ചെയ്യണം, ഒരു കട്ടിട്ട് കൊടുക്കണേ. ഇനി ആകെ ഇത്ര തുണിയാണ് ഇതിൽ മിച്ചമുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഇനി മെയിൻ ക്ലോത്തില്ലേ അതിലേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി മെയിൻ ക്ലോത്ത് എടുത്ത് ആദ്യം നമുക്ക് കൈയുടെ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ ഈ കസവ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത്. ആ ഭാഗത്തേക്ക് നമുക്ക് ക്ലോത്ത് ഇട്ട ശേഷം
ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തത്, ഈ കരയുടെ ഭാഗം, ഈ കസമുള്ള ഭാഗം എന്ത് ചെയ്ത് മടക്കിയിട്ട് 4ആയിട്ട് അതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പാർട്ട് വെച്ച് കുറച്ച് നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. കാരണം നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ കട്ട് ചെയ്ത് ചിലപ്പം തയ്ച്ച് വരുമ്പോൾ ശരിയായില്ലെങ്കിലോ. ഓക്കെ, എന്നിട്ട് ഈ ഭാഗവും കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റ് അളവ് ഏതാണ്? ലൈനിങ് ആണ്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൽ ഇത് കുറച്ച് കൂടുതൽ എടുത്താലും ലൈനിങ്ങിൽ നമ്മളിത് കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഓക്കെ ആയിക്കോളേ. അപ്പം ഇതിൻ്റെ നല്ല ഭാഗത്ത്, ചീത്ത ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു അടയാളം കൊടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇതിൻ്റെ ചീത്ത ഭാഗം. ഇത് ഈ തിളങ്ങുന്ന ഭാഗമാണ് നല്ല ഭാഗം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു ഫ്രണ്ട്സ്. അപ്പം ഞാനിതെല്ലാം മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തു കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ. ഇത് മെയിൻ പ്രധാനമായിട്ട് ലൈനിങ് ക്ലോത്താണ് ഇതിൻ്റെ കറക്റ്റ് അളവ്. അപ്പോൾ നമ്മൾ അത് വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം എന്താണ് അധികമായിട്ട് വരുന്നതൊക്കെ എന്ത് ചെയ്താൽ മതി, കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അത് കഴിഞ്ഞ് സ്ലീവ്, അത് കഴിഞ്ഞിട്ടുള്ളത് ബാക്ക് പാർട്ട്. ഞാൻ ബാക്കിൽ ഇവിടെ ഇങ്ങനെ കസവൊക്കെ വെച്ചിട്ടുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്കൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് സ്റ്റിച്ചിങ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പൊക്കെ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി എനിക്കൊരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യാനുണ്ട്, അത് ചെയ്യാം.